ഇന്ത്യക്കെതിരെ വീണ്ടും കൊലവിളി പ്രസംഗവുമായി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുമെന്നും ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്തുമെന്നുമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ചാവേർ ആക്രമണത്തിന്, ചാവേർ സ്ഫോടനത്തിന് ആയിരക്കണക്കിന് ചാവേറുകളെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്തി ഇന്ത്യയുടെ ഭരണകൂടത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ ഇപ്പോൾ ഇന്ത്യക്ക് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ പ്രളയമുണ്ടായതിന്റെ കാരണക്കാർ ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് നേരത്തെ ലഷ്കർ ഇ തോബയുടെ നേതാവ് സെയ്ഫുള്ള കസൂരിയും വ്യക്തമാക്കിയിരുന്നു. സെയ്ഫുള്ള കസൂരിയുടെ മുന്നറിയിപ്പ് ആഴ്ചകൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടിയുണ്ടായി. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. ഇന്ത്യക്ക് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇതായിരുന്നു സെയ്ഫുള്ള കസൂരി എന്ന പാകിസ്ഥാന്റെ ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഡിസംബർ മാസത്തിലായിരുന്നു ഹാഫിസ് സയ്യിദ്, ഹിസ്ബുൾ മുജാഹിദിന്റെ പാകിസ്ഥാനിലെ തലവൻ ഹാഫിസ് സയ്യിദ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു. ഇങ്ങനെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ തലവന്മാർ നിരന്തരമായി ഇന്ത്യക്കെതിരെ ഇത്തരം ഭീഷണികൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം കാണുന്നത്. കാരണം രാജ്യത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ചെങ്കോട്ടയിൽ ഇത്തരത്തിലൊരു സമാനമായ സ്ഫോടനം നടന്നിരുന്നു. ആ സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ സ്ഫോടനങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഒക്കെ പദ്ധതിയിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സേനാ വിന്യാസങ്ങളുടെ ജാഗ്രതയിൽ, ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ കൃത്യമായ പരിശോധനയിൽ ആ പൊട്ടിത്തെറിക്കലുകൾ ഇന്ത്യ കൃത്യമായി തന്നെ ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി ഇന്ത്യയെ ലക്ഷ്യമിടുകയാണ് പാകിസ്ഥാനിലെ ചാവേർ സംഘടനകൾ. ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാനോ ഇന്ത്യയോട് ഒരു യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കഴിവ് പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് ഏവർക്കും അറിയാം. അതേസമയം ഇന്ത്യയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയിൽ പ്രകോപനമുണ്ടാക്കാനും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി, പാകിസ്ഥാന്റെ ഭരണകൂടത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. ഇതിന് അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സുപ്രീം ലീഡർ, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സൈനിക മേധാവി, ചീഫ് ഓഫ് പാകിസ്ഥാൻ ഡിഫൻസിന്റെ സഹായമുണ്ട്. എന്താണ് അസീം മുനീറിനെ ഈ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ അഭിസംബോധന ചെയ്യുന്നത്? ഞങ്ങളുടെ സുപ്രീം ലീഡർ എന്നാണ്. അതായത് പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയേക്കാൾ, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് താല്പര്യം അസീം മുനീർ എന്ന സൈനിക മേധാവിയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് എല്ലാ തരത്തിലുമുള്ള ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം നൽകിയത്. അതിനുവേണ്ടി ഭരണഘടനാ ഭേദഗതി തന്നെ അവർ വരുത്തിയത് അതുകൊണ്ടാണ്. അസീം മുനീറിനെ സൈനിക മേധാവിയാക്കി അവിടെ അവരോധിച്ചുകൊണ്ട് ചുറ്റുമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെയൊക്കെ തന്നെ തീർക്കാനും പാകിസ്ഥാനിലെ സൈനികർക്ക് യഥേഷ്ടം ഭീകര സംഘടനകളുമായി അടുത്തിടപഴകാനുമുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ അസീം മുനീർ നൽകിയിരിക്കുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല. നമുക്കറിയാം, പാകിസ്ഥാൻ തകരാൻ ഇനി വലിയ കാലമൊന്നുമില്ല. പാകിസ്ഥാനിലെ ബലൂജി മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള BLAയുടെ ആദ്യ കത്ത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യ അതിനെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു വിദേശ രാജ്യം മറ്റൊരു വിദേശ രാജ്യത്ത് നൽകുന്ന അതേ അംഗീകാരമാണ് ബലൂചിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ നിന്ന് ഖൈബർ മേഖലയിലെ TTA അവരും ഇന്ത്യക്ക് പ്രത്യേക കത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ അടുത്തിടെ ഉദയം ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അത്
ബലൂചിസ്ഥാനും അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാന്റെ മറ്റൊരു രാജ്യവുമാണ്. ഇങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നെടുകയും കുറുകയും പിളർക്കാൻ കൂട്ടുനിൽക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി അറിയാം. ആ വൈരാഗ്യവും ആ ദേഷ്യവും ആ ഒരു ശത്രുതയും ഇന്ത്യയോട് പാകിസ്ഥാനുണ്ട്. ആ ശത്രുത പരമാവധി ഇല്ലാതാക്കാനും ആ ശത്രുത വെച്ചുകൊണ്ട് ഇന്ത്യയെ പരമാവധി അസ്ഥിരപ്പെടുത്തുവാനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന പുതിയ നീക്കങ്ങൾ. അത് ഏറ്റവും ശ്രദ്ധേയമായി തന്നെ ഇന്ത്യ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ ഗൗരവത്തോട് തന്നെ കാണുന്നു. ഇന്ത്യയുടെ രാജ്യാതിർത്തിക്കുള്ളിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ ഒന്നും തന്നെ വില പോകുന്നില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ നേരിട്ടുള്ള നീക്കം ഇന്ത്യയോടൊപ്പം നടത്താൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളെ പിന്തുണച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ അസ്വാരസ്യങ്ങളും ഇന്ത്യക്കുള്ളിൽ കലാപശ്രമങ്ങളും നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മസൂദ് അസർ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ ഈ പ്രഖ്യാപനം. ഇന്ത്യക്കുള്ളിൽ ചാവേർ സ്ഫോടനങ്ങൾക്ക് തനിക്ക് കഴിവുണ്ട്. അതിന് 1000-ലധികം വരുന്ന ബോംബ് ചാവേറുകളെ താൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ അസ്ഥിരപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാൻ മേഖലയെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള BLAയുടെ ആദ്യ കത്ത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യ അതിനെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു വിദേശ രാജ്യം മറ്റൊരു വിദേശ രാജ്യത്ത് നൽകുന്ന അതേ അംഗീകാരമാണ് ബലൂചിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഖൈബർ പഷ്തൂഗ മേഖലയിൽ നിന്ന് ഖൈബർ മേഖലയിലെ TTA അവരും ഇന്ത്യക്ക് പ്രത്യേക കത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ അടുത്തിടെ ഉദയം ചെയ്ത 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അത് ബലൂചിസ്ഥാനും അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാന്റെ മറ്റൊരു രാജ്യവുമാണ്. ഇങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നെടുകയും കുറുകയും പിളർക്കാൻ കൂട്ടുനിൽക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി അറിയാം. ആ വൈരാഗ്യവും ആ ദേഷ്യവും ആ ഒരു ശത്രുതയും ഇന്ത്യയോട് പാകിസ്ഥാനുണ്ട്. ആ ശത്രുത പരമാവധി ഇല്ലാതാക്കാനും ആ ശത്രുത വെച്ചുകൊണ്ട് ഇന്ത്യയെ പരമാവധി അസ്ഥിരപ്പെടുത്തുവാനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന പുതിയ നീക്കങ്ങൾ. അത് ഏറ്റവും ശ്രദ്ധേയമായി തന്നെ ഇന്ത്യ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ ഗൗരവത്തോട് തന്നെ കാണുന്നു. ഇന്ത്യയുടെ രാജ്യാതിർത്തിക്കുള്ളിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ ഒന്നും തന്നെ വില പോകുന്നില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ നേരിട്ടുള്ള നീക്കം ഇന്ത്യയോടൊപ്പം നടത്താൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളെ പിന്തുണച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ അസ്വാരസ്യങ്ങളും ഇന്ത്യക്കുള്ളിൽ കലാപശ്രമങ്ങളും നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മസൂദ് അസർ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ ഈ പ്രഖ്യാപനം. ഇന്ത്യക്കുള്ളിൽ ചാവേർ സ്ഫോടനങ്ങൾക്ക് തനിക്ക് കഴിവുണ്ട്. അതിന് 1000-ലധികം വരുന്ന ബോംബ് ചാവേറുകളെ താൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ അസ്ഥിരപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്.